അസ്സലാമലൈക്കും. നബ്സുഷന്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമ്മളുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആനിവേഴ്സറി വീഡിയോ തന്നെ ഒരു ബാക്കി വീഡിയോ ആണ്. കാരണം ആനിവേഴ്സറി വീഡിയോയിൽ നമുക്ക് ഒരുപാട് കൂട്ടുകാർ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു. സത്യം പറഞ്ഞാൽ എനിക്കതിൽ ഞാൻ മിസ് ചെയ്ത് പോയ കുറച്ച് കാര്യങ്ങൾ, നിങ്ങളോട് പറയേണ്ടിയിരുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു റിപ്ലൈ പറയാം കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ട് ഇത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് നമ്മളുടെ ഡെക്കറേഷൻസിനെ പറ്റിയിട്ട് പറയാം. ആ ഡെക്കേഴ്സ് എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്, അതെങ്ങനെയാണ് കിട്ടിയത്, ഒരുപാട് കൂട്ടുകാർ കമൻസിലും ഇൻസ്റ്റയിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പേഴ്സണലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഡെക്കേഴ്സ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് അതൊക്കെ കിട്ടി, എങ്ങനെയാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് എന്ന് ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട്. രണ്ടാമത്തത് ഇതിൻ്റെ ഡ്രസ്സിനെ പറ്റിയിട്ട്, ഡ്രസ്സിൻ്റെ മെറ്റീരിയൽ എന്താണ്, അത് സ്റ്റിച്ച് ചെയ്തതാണോ, അത് ആര് സ്റ്റിച്ച് ചെയ്തതാണ്, എന്താണ് അതിൻ്റെ ഒരു ഡിസൈൻ, മൊത്തം കാണുന്നില്ലല്ലോ, അപ്പോൾ അത് കാണിച്ചു തരാം. പിന്നെ മൂന്നാമത്തത് നിങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നോ, ബിരിയാണി ഉണ്ടാക്കിയതൊന്നും കണ്ടില്ല അങ്ങനെ പറഞ്ഞപ്പോൾ അത് ഞാനെല്ലാം ഉൾപ്പെടുത്തിയിട്ടില്ലല്ലോ. അത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ യൂട്യൂബ് മണി വന്ന ഒരു ബാങ്കിൽ ക്രെഡിറ്റ് ആയതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സെലിബ്രേഷനും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പുറത്തുനിന്നാണ് അന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ എന്തായാലും വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു നബ്സ്. നമുക്ക് നമ്മളുടെ എന്താ പറയുക, നമ്മൾ ഡെക്കറേഷനെ പറ്റിയിട്ട് പറയാം കേട്ടോ. എങ്ങനെയാണ് ആ ഡെക്കറേഷൻ ചെയ്തത്, എന്തൊക്കെയാണ് ഡെക്കേഴ്സിൻ്റെ സാധനങ്ങൾ എന്നൊക്കെ പറയാം. എന്നൊക്കെയാണ് കാണിച്ചു തരാം ഫോട്ടോസ് ഇവിടെ. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആമസോണിൽ നിന്ന് നമ്മൾ മേടിച്ചതാണ്. ആ വാളിൽ തൂക്കുന്ന ആ സംഭവമാണ്, ആ ഗിൽറ്റർ, ആ ഒരു വാളിൽ ഡെക്കറേറ്റ് ചെയ്യണതാണ്. ഒരു കേർട്ടൺ പോലത്തെ. ഇതിൽ ഒരുപാട് ഷെയ്ഡുകളുണ്ട്, ബ്ലാക്ക്, ഗോൾഡൻ, സിൽവർ. പിന്നെ ഈ ഒരു കളർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കളറാണ്. അതുപോലെ റോസ് ഗോൾഡ്, ഈ പീച്ചിൻ്റെ ഒരു കളറാണല്ലോ ഈ റോസ് ഗോൾഡ്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ട് റോസ് ഗോൾഡ് സെലക്ട് ചെയ്തത്. പക്ഷേ റോസ് ഗോൾഡ് സെലക്ട് ചെയ്തപ്പോൾ ഇത് കുറച്ച് റോസ് ആയിപ്പോയി. ഈ ഗിൽറ്റ് ആ ബലൂൺസ് അതിൽ മെറ്റാലിക് ബലൂൺ ഉണ്ട്. ഈ ബലൂൺ ഞാൻ സെപ്പറേറ്റ് മേടിച്ചതല്ല, ഇത് നമുക്ക് ആമസോണിൽ ഇങ്ങനെ തന്നെ കാണിച്ചു തരുന്നുണ്ടല്ലോ. അപ്പോൾ അത് അങ്ങനെ മേടിച്ചതാണ് ഞാൻ. മെറ്റാലിക് ബലൂൺസ് മെറ്റാലിക് ബലൂൺസും കൂടി ഉള്ള നമ്മളെ പീച്ച് ബലൂണ്, വൈറ്റ്, ഇതൊക്കെ കൂടിയുള്ള ആ ബലൂൺസിൻ്റെ ഒരു സെറ്റ് അത് അങ്ങനെ മേടിച്ച് സ്റ്റാൻഡിൽ വെക്കുന്നതാണ്. ഞാൻ ആ ഉള്ളിൽ ഗ്ലിറ്ററിങ് ഉള്ള ബലൂണ് അത് അതിന് സ്റ്റാൻഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഞാൻ സ്റ്റാൻഡ് ചെയ്ത് വെക്കണം. അപ്പോൾ അത് അങ്ങനെ ഒരു സെറ്റും ഇത് ഞാൻ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് മേടിച്ചിട്ടുള്ളത്. പിന്നെ നമ്മളുടെ ആ വലിയ ഇങ്ങനത്തെ ബലൂൺ, ഇതൊക്കെ അത് പിന്നെ അതിനകത്ത് ചെറിയ ഹോളേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനകത്ത് നമ്മളൊരു സ്ട്രോ ഇട്ടിട്ടാണ് വീർപ്പിക്കുന്നത്. ഈ വെഡിങ് ആനിവേഴ്സറി എഴുതിയിട്ടുള്ള ഈ ഒരു ടാഗ്, പിന്നെ നമ്മളുടെ LED ലൈറ്റുള്ള സ്ട്രിങ്, നമ്മുടെ ഫോട്ടോ സ്ട്രിങ് ഇല്ലേ, ഇതൊക്കെ നമ്മളൊരു മീഡിയം പ്രൈസിനാണ് മേടിച്ചത്. ഇതെല്ലാതും കൂടി അടങ്ങിയിട്ടുള്ള ഒരു കോംബോ നമുക്ക് കിട്ടാറുണ്ട്. പല കളേഴ്സിൽ നല്ല നല്ല കളേഴ്സ് കളർ കോമ്പിനേഷനുള്ള കോംബോസ് ഒക്കെ കിട്ടും. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു സെറ്റ് ഓഫ് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഏതൊരു ഇവൻറ്റും കുറഞ്ഞ ചിലവിലുണ്ട്, ഒരു 1500 ഉണ്ടാവുള്ളൂ അറൗണ്ട് ആ സാധനങ്ങൾക്കൊക്കെ കൂടിയിട്ട്. ആ ഒരു ചിലവിൽ തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഞാൻ കേക്ക് കട്ട് ചെയ്ത സമയത്ത് ഞാൻ മക്കൾക്ക് കൊടുത്തില്ല, അത് ഭയങ്കര സങ്കടമായെന്ന് പറഞ്ഞു. അപ്പോൾ അത് അങ്ങനെ 2-3 പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മക്കൾക്ക് എന്തായാലും ഞാൻ കൊടുക്കാതിരിക്കില്ലല്ലോ, ഞാൻ മക്കൾക്ക് കൊടുത്തതാണ് കേക്ക്. പക്ഷേ ഞാൻ ഫസ്റ്റ് എന്തായാലും ഉപ്പാക്കും ഉമ്മാക്കും, ഇവിടെ ആണെങ്കിൽ ഉപ്പാക്കും ഉമ്മാക്കും കൊടുക്കും, ഇക്കല്ലാത്തതുകൊണ്ട് അവിടെ ആണെങ്കിൽ പാപ്പാക്കും ഉമ്മാക്കും കൊടുക്കും. അത് ഫസ്റ്റ് അതെന്തായാലും അങ്ങനെ തന്നെയല്ലേ. മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി തിരിഞ്ഞപ്പോഴത്തേനും ക്യാമറയുടെ മുമ്പിൽ ആരോ വന്ന് നിന്നു. അതുകൊണ്ട് അത് ആ ക്യാമറയിൽ ബ്ലാക്ക് ആയിരുന്നു പകുതിയോളം ആ ഒരു വീഡിയോ. അപ്പോൾ ആ സീനൊക്കെ എനിക്ക് മിസ്സായതാണ് കേട്ടോ. എന്തായാലും മക്കൾക്ക് കൊടുക്കാണ്ട് അതെന്തായാലും ഞാൻ ശ്രദ്ധിക്കില്ല. അപ്പോൾ അങ്ങനെയൊന്നും വിചാരിക്കരുത്, അതൊക്കെ ബൈറ്റ് നമുക്ക് മിസ്സായി പോകണം. പിന്നെ ഈ ഡ്രസ്സിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡ്രസ്സ്, അപ്പോൾ ഇതാണ് ഞാൻ അന്ന് ഇട്ടിരുന്ന ഡ്രസ്സ്. സിമ്പിൾ ഡ്രസ്സാണ്, കാരണം എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ കഴിയണം. ഞാൻ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ എനിക്കെന്നെ സ്റ്റിച്ച് ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് ഞാൻ ആ മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഡ്രസ്സ്, ഇതിൻ്റെ അകത്തുള്ളത് ഇത് കണ്ടോ, ഇതിങ്ങനെ നമ്മുടെ ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ്. ക്രേപ്പിൻ്റെ മെറ്റീരിയൽ മേടിച്ചിട്ട് ഉള്ളിലൊരു പ്ലെയിൻ ഫ്രോക്ക് അടിച്ചതാണ്. ഞാനൊരു 3/4 കൈയുള്ള പ്ലെയിൻ ഫ്രോക്ക്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഷൈത്താൻ്റെ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അവൾ സ്റ്റിച്ച് ചെയ്യുന്ന ഡ്രസ്സും അതേ സെയിം മെറ്റീരിയലാണ്. ആ ഒരു ലൈറ്റ് അധികമായതുകൊണ്ട് കാണാൻ ബുദ്ധിമുട്ടുണ്ട്. ആ ഒരു കുറച്ച് ഗ്ലേസിങ്ങിൻ്റെ ഡോട്ട് വരുന്ന ഈ ഒരു മെറ്റീരിയൽ ഇല്ലേ, ഇത് അതിൻ്റെ പുറത്ത് ഫുള്ള് അതുപോലെ തന്നെ ഹൈനെക്കായിട്ട് ഒരു കോട്ട് അടിച്ചതാണ്. പിന്നെ അതിൻ്റെ സ്ലീവ് ബെൽ സ്ലീവാണ്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് അങ്ങനെ ഒരു സിമ്പിളായിട്ട് പെട്ടെന്ന് അടിക്കാൻ പറ്റുന്ന ഡ്രസ്സ് അടിച്ചതാണ്. പരീക്ഷണങ്ങളൊന്നും ചെയ്യാൻ പേടിയായിരുന്നു, കാരണം സമയം ഉണ്ടായിരുന്നില്ല. അങ്ങനെ പരീക്ഷണം ചെയ്തിട്ട് എന്തെങ്കിലും അടിപൊളിയൊക്കെ അടിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അതിന് സമയം കിട്ടില്ല. അപ്പം ഇനി കൊളാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ സ്ഥിരമായിട്ട് അടിക്കുന്ന ആളല്ലാത്തതുകൊണ്ട്
ആ ഒരു കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കണ്ട് അടിച്ചതാണ്. അങ്ങനെ ഡിസൈനായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യണതൊക്കെ ഇടുമെന്നൊക്കെ ചോദിച്ചപ്പോൾ സ്റ്റിച്ച് ചെയ്യണമെന്ന് കാണിക്കാൻ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളല്ല. ഞാൻ എനിക്ക് വേണ്ട അപ്പം വേണ്ട ഒരു തട്ടിക്കൂട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞാനത് പെർഫെക്റ്റ് ആവില്ല എന്ന് വിചാരിച്ചിട്ടാണ് അത് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ പോലെ കാണിച്ച് തരാനുള്ള ആ ഒരു സ്കില്ല് എനിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഇങ്ങനെ തട്ടിക്കൂട്ട് അടിക്കുന്ന ഡ്രസ്സുകളുടെ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ എടുക്കാത്തത്. അപ്പം ഇതാണ് ആ ഒരു ഡ്രസ്സിൻ്റെ മെറ്റീരിയൽ കേട്ടോ. പിന്നെ ഇതിൻ്റെ ഷോള്, ഈ ഒരു ഷോള് ഇതിൽ ലേസ് ഉണ്ട്. ഇതേ ക്രേപ്പ് മെറ്റീരിയൽ എൻ്റെ ഇഷ്ടമുള്ള കളറാണ്. ഇതിന് ഞാൻ ഈ ഒരു ലേസ് വെച്ചിട്ടുള്ള ഒരു ഷാളുമാണ്. അങ്ങനെ സിമ്പിളായിരുന്നു ആ വെയർ. സിമ്പിളായിക്കോട്ടെ തന്നെ വിചാരിച്ചിട്ടാണ്. വെഡിങ് വീഡിയോയിൽ കൂടുതൽ ചോദിച്ചിട്ടുണ്ടായത് ഇക്കായ ഇല്ലാത്തപ്പോഴാണോ ആനിവേഴ്സറി ആഘോഷിക്കുന്നത്, ഇക്കാക്ക് ഭയങ്കര സങ്കടം, ഭയങ്കര ഹെർട്ട് ചെയ്തു, അങ്ങനെ പറഞ്ഞു കുറേ പേര്. ഇക്കായ ഇല്ലാതെ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ ആഘോഷം എന്നൊക്കെ പറയുമ്പോൾ ആനിവേഴ്സറി, ബർത്ത്ഡേ ഇതൊക്കെ ആഘോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഞാൻ വ്ളോഗ് ചെയ്യുന്നതുകൊണ്ട് അതെല്ലാവരും കാണണമെന്നേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് നമ്മൾ മാത്രം ഒരു കേക്ക് കട്ട് ചെയ്യുക, കഴിക്കുക, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത് ഇക്കയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ കഴിക്കണം. എന്തായാലും എനിക്ക് വ്ളോഗൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ അത് ഇച്ചിരി അടിപൊളിയായിട്ട് തന്നെ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഇക്കും ഞാനും കൂടിയാണ് ഈ ഫുൾ പ്ലാനിങ് ചെയ്യുന്നത്. ഇക്ക അങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇത് അന്ന് തന്നെ എന്താ പറയുക, ഇവിടെ മോൻ്റെ ബർത്ത്ഡേ, ഇപ്പം നമ്മളുടെ ഷാൻ്റെ മോൻ്റെ ബർത്ത്ഡേ നല്ല ഗ്രാൻഡായിട്ട് കഴിയുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ആ ടേബിൾ ഡെക്കറേഷനും ആ സംഭവങ്ങളൊക്കെ നല്ല രസമായപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഈ ആനിവേഴ്സറിൻ്റെ ഏകദേശം ഒരു ദിവസം ആവുന്നതിന് മുമ്പ് തന്നെ ഇക്ക എന്നോട് ഇങ്ങോട്ട് പറയായിരുന്നു, ഞാൻ പറയാൻ വിചാരിച്ചു. ഇക്കയാണ് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞത് നമുക്ക് അതുപോലെ ടേബിൾ നന്നായിട്ട് സെറ്റ് ചെയ്യണം, അങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ ഇക്കയാണ് ഈ സംഭവങ്ങളൊക്കെ എനിക്ക് ചെയ്തു തരുന്ന ആള്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അത് ഇക്കല്ലാതെ ആഘോഷിച്ചു, ഇക്കല്ലാത്തത് അങ്ങനെയൊന്നുമില്ല. എന്താ പറയുക, ഇക്കല്ലാത്തത് ഈ ഒരു ആനിവേഴ്സറിൻ്റെ ദിവസം മാത്രമല്ല, എപ്പോഴും മിസ്സിങ് ആയിട്ടുള്ള കാര്യമാണ്. അതൊരു പർട്ടിക്കുലർ ആഘോഷത്തിൻ്റെ ദിവസം ഇക്കയില്ലാതെ എന്തിനാ ആഘോഷിച്ചു, അങ്ങനെയാണ് ഇക്കല്ലാതെ ഞാൻ എങ്ങനെയാണ് ജീവിക്കുക, ശീലിച്ച് പോയല്ലോ. അപ്പോൾ അത് അങ്ങനെയല്ല, ഞാൻ എന്തെല്ലാം ആഘോഷങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ കല്യാണങ്ങൾക്ക് പോകുന്നുണ്ട്, നമ്മൾ പ്രിയപ്പെട്ടവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, തമാശകൾ പറയുക, ചിരിക്കുക, ഈ ഓരോ കാര്യങ്ങളും സന്തോഷമുള്ള കാര്യങ്ങളൊന്നും ഇക്ക എൻ്റെ കൂടെ ഇല്ല. അപ്പോൾ ഇക്ക കൂടെയുള്ള സമയത്ത് അങ്ങനെ ഒരു സന്തോഷം, ഇക്ക കൂടെ ഇല്ലാതെയും ഇങ്ങനെ ജീവിക്കാൻ നമ്മളൊക്കെ ശീലിച്ച് പോയില്ലോ. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ആഘോഷത്തിൽ മാത്രം ഇക്ക ഇല്ലാതെ എന്തിനാ ആഘോഷിച്ചു അങ്ങനെയൊന്നുമില്ല. അത് ഇക്കയാണ് എനിക്ക് ഈ എല്ലാം ഇങ്ങനെയൊക്കെ എല്ലാം സെറ്റപ്പ് ചെയ്ത് തരുന്ന ആളെന്നെ ഇക്കയാണ്. അത് അത്രയ്ക്ക് ഉള്ളൂ. അത് നമ്മുടെ യൂട്യൂബ് വഴി ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ ബാങ്കിന് കുറച്ചൊരു ഇഷ്യൂ കാരണം അങ്ങനെ സ്റ്റക്കായി കിടക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ബാങ്കിൻ്റെ കാര്യങ്ങൾ ശരിയായപ്പോൾ ഞാൻ വിചാരിച്ചു 4 ദിവസം തന്നെ നമുക്ക് ഈവനിങ് ഒന്ന് പുറത്ത് പോയിട്ട് എല്ലാവർക്കും ഒരു ട്രീറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഫസ്റ്റ് യൂട്യൂബ് മണി വന്നൊരു സന്തോഷത്തിൽ. അപ്പോൾ നമ്മൾ അങ്ങനെ അന്ന് പുറത്ത് പോയിട്ടാണ് മഞ്ചേരി ഫർസ ഹോട്ടലിൽ പോയിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. അന്ന് നമ്മളെ കൂടാതെ നമ്മളുടെ കൂടെ ഞങ്ങൾ ഉമ്മാൻ്റെ അനിയത്തിയുണ്ട്, ഒരു അനിയത്തിയുണ്ട്, എളാമ്മ, ബിച്ചളാമ്മ എന്നാണ് ഞങ്ങൾ വിളിക്കുക. അപ്പോൾ ബിച്ചളാമ്മൻ്റെ മോന് ആഷിക്ക് റീസെൻ്റ്ലി ആണ് കല്യാണം കഴിച്ചത്. എനിക്ക് കല്യാണത്തിന് വരാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ പട്ടാമ്പിയിലായിരുന്നു. അപ്പോൾ അവർക്ക് കൂടെ എളാമ്മയായിട്ട് ഭയങ്കര ക്ലോസ് ആണ്. ബിച്ചളാമ്മ എനിക്ക് എൻ്റെ എന്താ പറയുക നല്ലൊരു ഫ്രണ്ടാണ് കേട്ടോ. ഞങ്ങളുടെ നല്ല കമ്പനിയാണ്. ബിച്ചളാമ്മ എല്ലാവരുമായിട്ടും നല്ല കമ്പനിയാണ്. അപ്പോൾ എനിക്ക് ഒരു സ്പെഷ്യൽ ഫ്രണ്ടാണ്. അപ്പോൾ എളാമ്മനെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി മഞ്ചേരി ഫർസ ഹോട്ടലിലാണ് അന്ന് ആനിവേഴ്സറിക്ക് സത്യം പറഞ്ഞ ഈവനിങ്ങിൽ. ഉച്ചയ്ക്ക് നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ ലേറ്റായിട്ട് ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം നൈറ്റിൽ നന്നായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നൈറ്റ് ഡിന്നർ നമ്മൾ ഫർസ ഹോട്ടലിലാണ് കഴിച്ചത്. അപ്പോൾ എന്നാലും അങ്ങോട്ട് പോയ വിശേഷങ്ങളൊക്കെ ഞാൻ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. മുമ്പായിട്ട് ഞാൻ ഇനി അവരെ കാണുമ്പോൾ നിങ്ങൾക്ക് പുതിയതായിട്ട് കാണുന്ന ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. സത്യം പറഞ്ഞാൽ അന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. എന്താ പറയുക, ഓരോരുത്തരും ഞാൻ ഇൻഡിവിജ്വലി പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് അങ്ങനെ ഫുള്ളി ക്യാമറയുടെ മുമ്പിൽ ഒന്ന് പ്രസൻറ്റ് ചെയ്യാൻ അത്രയ്ക്കൊന്നും ഇൻട്രസ്റ്റ്, ഞാൻ ഇഷ്ടമല്ല എന്നല്ല, അത്രയ്ക്കും കണ്ട് ഇൻട്രസ്റ്റ് ഇല്ല. ഇങ്ങനെ ജസ്റ്റ് ഒക്കെ ഒന്ന് കാണിക്കുക, അതൊക്കെ ഇഷ്ടമുള്ളൂ. ഇങ്ങനെ ക്യാമറയുടെ മുമ്പിൽ ഒന്ന് സംസാരിക്കുക, അതൊന്നും അത്ര ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ അവരെ വീണ്ടും ക്യാമറയുടെ മുമ്പിൽ കൊണ്ടുവരാത്തത്. അങ്ങനെ ചില എല്ലാവർക്കും ഇപ്പോൾ ഒരേപോലെ ആവുള്ളൂ, എല്ലാവർക്കും അത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അവരെ വീണ്ടും ക്യാമറയുടെ മുമ്പിൽ കൊണ്ടുവരാത്തത്. എന്തായാലും ഞാൻ അവർക്ക് ഇങ്ങനെ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇതാണ് എൻ്റെ നേരെ താഴെയുള്ള ഇളച്ചി നിത ഷാജഹാൻ്റെ വൈഫാണ്. ഷാജഹാൻ ഇക്കാൻ്റെ നേരെ താഴെയുള്ള അനിയനാണ്, ഷാജി തന്നെ വിളിക്കാം കേട്ടോ. അവന് സൗദി അറേബ്യയിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ അവർക്ക് 2 പെൺകുട്ടികളാണ്, ട്വിൻസാണ്. 2 പെൺകുട്ടികളാണ്, സോയ സെഹ്റ, സെബ സെഹ്റ. മുല്ല റോസ് എന്നാണ് കേട്ടോ ഞങ്ങൾ വിളിക്കാം. പിന്നെ അതിൻ്റെ താഴെയുള്ള അനിയൻ്റെ വൈഫാണ് നിഷ. ഇതാണ് അനിയന്. ഇവൻ അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഷെഫീഖ് എന്നാണ് പേര് കേട്ടോ. ഇവർക്കൊരു മോനാണുള്ളത്, 1.5 വയസ്സായി. അഹിയാൻ ഷാസിൽ, ഷിസുട്ടൻ എന്ന് വിളിക്കും എല്ലാവരും ഇവിടെ. അസു, ഇസു, ഷിസു, മിസു ആണ്. ഇത് പിന്നെ ഏറ്റവും ചെറിയ ഇളച്ചി സന ഫർവീൻ, മിനി എന്നാണ് വിളിക്കുക. ഇത് നമ്മളെ ഷാനവാസിൻ്റെ വൈഫാണ്. അവരുടെ ഒരു മോനാണ് അർമാൻ മലിക്, മിസൂട്ടൻ എന്ന് വിളിക്കും. ഇത് പിന്നെ ഞങ്ങളുടെ ഒരേ ഒരു നാത്തൂനാണ്, കുഞ്ഞുമോളാണ്, മെഹർബാൻ എന്നാണ് കേട്ടോ അവളുടെ പേര്. പിന്നെ അവൾ BDS സ്റ്റുഡൻ്റാണ്. അവൾ കാലിക്കറ്റ് KMCT കോളേജിലാണ് BDS 3rd ഇയർ ആയി ഇപ്പോൾ.
അപ്പോൾ എന്തായാലും നമുക്ക് ഫർസ ഹോട്ടലിൽ പോയിട്ടുള്ള ആ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ഞങ്ങളെല്ലാവരും പോയിട്ടുണ്ടായിരുന്നു ഫർസയിൽ. അതുകൊണ്ട് ഞങ്ങൾ 2 വണ്ടിയിലാണ് പോയത്. അപ്പോൾ ഈ വണ്ടിയിൽ ഞാൻ, കുഞ്ഞുമോള്, നിഷ, മിനി, നവാസ്, പിന്നെ മറ്റേ വണ്ടിയിൽ ഇപ്പ, ഇമ്മ, പിന്നെ ആരായിരുന്നു, അസൂട്ടനുണ്ടായിരുന്നു, നിത ഉണ്ടായിരുന്നു. ഇപ്പാക്ക് ആർക്ക് അൽഫാം വേണ്ട? പിന്നെ മകന് ടോസ്റ്റ് ഒക്കെ മകൻ തേണ്ടോ?
സുഹറ എന്നാണ് ചെറുക്കുണ്ടല്ലോ അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ഭക്ഷണമൊക്കെ എങ്ങനെയായിരുന്നു അൽഹംദുലില്ലായോ എല്ലാ സ്ഥിതിയും അടിപൊളിയായിരുന്നില്ലേ എല്ലാവരും ഒന്ന് അവസാനത്തെ സൈനിങ് ഓഫ് പറയണോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് നമ്മളുടെ വീഡിയോയിലെ വിശേഷങ്ങൾ. പിന്നെ വെഡിങ് ആൽബം കാണിക്കാത്ത ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. വെഡിങ് ആൽബം എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആണ്. ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ചെയ്തതാണ്. എന്നാലും വെഡിങ് ആൽബം എൻ്റെ വെഡിങ് സാരി, ഇവിടുത്തെയും അവിടുത്തെ വെഡിങ് സാരി, ഇക്കാൻ്റെ വെഡിങ് ഡ്രസ്സ്, ഇതെല്ലാം കൂടി കൂട്ടിയിട്ടൊരു വെഡിങ് സ്റ്റോറിയാണ് നമ്മൾ അടുത്ത വീഡിയോ. അപ്പോൾ ഞാൻ അതിങ്ങനെ ഏകദേശം എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ 2 ദിവസം കൊണ്ട് നമുക്ക് അതും പോസ്റ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ആ വീഡിയോ ഉണ്ട് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഇനിയും അടിപൊളി വീഡിയോസൊക്കെ വരാനുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ വീഡിയോക്ക് ലൈക്കും കമൻറ്റും ഷെയറൊക്കെ കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം, വെഡ്ഡിങ് സ്റ്റോറി ആയിട്ട് വരാം. അപ്പോൾ അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. അറിയോ ഈ വെളിച്ചത്തിന്റെ അവിടെ ആയതുകൊണ്ടേ കളർ കിട്ടണില്ല. ഇപ്പുറത്ത് നല്ല വെളിച്ചുണ്ട്. ഞാൻ ഈ നഗരത്തിന്റെ അവിടെ എല്ലാരും കഴിച്ചു കഴിഞ്ഞിട്ടും ഇത് ഇപ്പോഴും അതോട്ടാ എല്ലാരും പോയി, എല്ലാരും കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തെന്നറിയില്ല, അവൾക്ക് നിർത്താൻ തോന്നില്ല. അത് നിർത്താൻ കഴിയണില്ല. ചിരിച്ചോളൂ. നല്ല പോസിങ്ങാണ്. ഞാൻ പല വീട്ടിൽ പോയി നിങ്ങളുടെ എല്ലാ പരാതികളും തീർത്തുകൊണ്ട് കുടിച്ചോളി. നല്ല മിനറൽ വാട്ടർ ഒന്നുകൂടി പറയായിരുന്നു, റെക്കോർഡ് ചെയ്യേണ്ടത് ഒന്നുകൂടി പറയായിരുന്നു.